ഫസ്റ്റ് ഓൺ 24 തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് മൊബൈൽ ഫോൺ പിടികൂടി. ജയിലിൽ ആശുപത്രിക്കുള്ളിലെ സ്റ്റോറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഫോൺ. 2 രാഷ്ട്രീയ തടവുകാരാണ് ആശുപത്രിയിലെ സ്റ്റോറിൽ ജോലി ചെയ്യുന്നത്. വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും പൂജപ്പുര പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേർന്നു. റിനു, സാധാരണ കണ്ണൂർ ജയിലിൽ നിന്നാണ് ഫോൺ പിടിക്കുന്ന വാർത്ത വരുന്നത്. പൂജപ്പുരയിൽ അത്ര സാധാരണമാണോ? അല്ലെന്നാ തോന്നുന്നേ. ഇത് ആരുടെ പക്കൽ നിന്നാണ് പിടിച്ചത്? എന്തുകൊണ്ടാണ് തുടർ നടപടികളിലേക്ക് കടക്കാൻ ഒരു മടി? റിനു, ഹാഷ്മി, പ്രവിത, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ മാസം 7-നാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് മൊബൈൽ ഫോൺ പിടികൂടിയത്. ഈ സെൻട്രൽ ജയിലിലെ ഹോമിയോ ഡിസ്പെൻസറി, ആ ഡിസ്പെൻസറിയിലെ സ്റ്റോറിൽ മരുന്നുകൾക്കിടയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു മൊബൈൽ ഫോൺ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവിടെ ജോലി ചെയ്യുന്നത് 2 രാഷ്ട്രീയ തടവുകാരാണ്. ഇവർ സ്ഥിരമായി ജോലി ചെയ്യുന്നത് ഇവിടെയാണ് എന്നുള്ളതാണ്. പോത്തൻകോട് റെജി കൊലക്കേസിലെ പ്രതി വിനീത്, അതുപോലെ തന്നെ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതിയായിട്ടുള്ള മുഹമ്മദ് അസ്ലം, ഇവരുടേതാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ സംശയിക്കുന്നത്. ഇവരത് സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഏറെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സംഭവം നടന്ന അന്ന് തന്നെ, അതായത് 7-ാം തീയതി തന്നെ പൂജപ്പുര പോലീസിന് കൈമാറുന്ന, അല്ലെങ്കിൽ ഈ വിവരം കൈമാറുന്ന ഒരു സാഹചര്യമുണ്ടായി. FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പക്ഷേ FIR രജിസ്റ്റർ ചെയ്തതല്ലാതെ ഒരു നടപടിയും പൂജപ്പുര പോലീസ് കൈക്കൊണ്ടില്ല എന്നുള്ളതാണ് ആക്ഷേപം ഉയരുന്നത്. അതായത് ഈ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുവാനോ തുടർ അന്വേഷണം നടത്തുവാനോ ഇവരിൽ ആരാണ് ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതെന്ന് കണ്ടെത്താനോ പൂജപ്പുര പോലീസ് തയ്യാറാകുന്നില്ല. ഈ ഫോൺ കണ്ടെത്തിയതിന് പിന്നാലെ ഒട്ടേറെ വിളികൾ ഈ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് എത്തി എന്നുള്ളതാണ്. ഇത് റിപ്പോർട്ട് ചെയ്യരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട്, പക്ഷേ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ പൂജപ്പുര പോലീസ് ഒരു രീതിയിലും നടപടിയിലേക്ക് പോകുന്നില്ല. ഇന്നലെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ വരെ ജയിലിലെത്തി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടുന്നൊരു സാഹചര്യമുണ്ടായി. എന്നിട്ട് പോലും പൂജപ്പുര പോലീസ് ഇന്ന് 6 ദിവസം പിന്നിടുകയാണ് സംഭവം നടന്നിട്ട്. എന്നിട്ടും പൂജപ്പുര പോലീസ് നടപടിയെടുക്കുവാൻ, അന്വേഷണം നടത്തുവാൻ, ഇവരെ ചോദ്യം ചെയ്യുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം ഉയരുന്നത്. എന്തായാലും ഈ മാസം 7-നാണ് മരുന്നുകൾക്കിടയിൽ നിന്ന് ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുന്നത്. ഹാഷ്മി, പ്രവിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.